ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ ശുപാർശ അമേരിക്ക ഇറാന് കൈമാറി. ഇറാനിലുള്ളവർക്ക് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഇതിനായി ശരിയായ നേതാക്കളുമായാണ് ചർച്ച നടക്കുന്നതെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ അമേരിക്കയുടെ വാദം തള്ളി. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും ട്രംപിന്റേത് വെറും വ്യാജവാർത്ത ആണെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ആയിരക്കണക്കിന് സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. US ആർമിയുടെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിലെ സൈനികരെയാണ് അയക്കുന്നത്. നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗിൽ നിന്നുള്ള 3000-ഓളം സൈനികർ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് സൂചന. ഇറാനിലേക്ക് നേരിട്ട് സൈനികരെ അയക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതേസമയം ട്രംപ് ഇറാനെതിരായ സൈനിക ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷരംഗം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. തുടർച്ചയായ സൈനിക ഭീഷണികളും അന്ത്യശാസനകളും നിറഞ്ഞ സാഹചര്യത്തിൽ പെട്ടെന്നെടുത്ത ഈ തീരുമാനം ഒരു തന്ത്രപരമായ ഇടവേളയാണോ അല്ലെങ്കിൽ യഥാർത്ഥ നയതന്ത്ര നീക്കത്തിനുള്ള തുടക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ട്രംപ് തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വ്യക്തമാക്കിയതോടെ പരസ്യവേദികളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ പിന്നാമ്പുറ ചർച്ചകളിലൂടെ ഒരു ധാരണയിലെത്താൻ ശ്രമിക്കുകയാണെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ വ്യവസ്ഥകൾ ഈ ചർച്ചകളുടെ ഗൌരവവും സങ്കീർണതയും വ്യക്തമാക്കുന്നതാണ്. ഒരു സാധാരണ യുദ്ധവിരാമത്തിന് അപ്പുറം ഭാവിയിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആവശ്യങ്ങളാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്ക ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കില്ലെന്ന ഉറപ്പ്, ഗൾഫ് മേഖലയിലെ US സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കൽ, യുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം എന്നിവയിലൂടെ ഈ സംഘർഷത്തെ ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് മാത്രമല്ല ദീർഘകാല രാഷ്ട്രീയ പുനഃസംഘടനയിലേക്കാണ് ഇറാൻ നയിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ആവശ്യം ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ ഹൃദയഭാഗത്തേക്കുള്ള ഇറാന്റെ ദൌത്യപരമായ നീക്കമായി കണക്കാക്കാം. ഇറാൻ മുന്നോട്ട് വെച്ച ചില വാഗ്ദാനങ്ങൾ ചർച്ചകൾക്ക് ഒരു തുല്യത നൽകുന്ന ഘടകങ്ങളാണ്. ബാലിസ്റ്റിക് മിസൈൽ വികസനം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തയ്യാറെടുപ്പ്, ഉയർന്ന തോതിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പ്, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് പരിശോധനയ്ക്ക് അനുമതി നൽകൽ എന്നിവയിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രധാന ആശങ്കകളെ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് 60% സമ്പുഷ്ടമായ യുറേനിയം ശേഖരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നത് ആണവ പരിപാടി സംബന്ധിച്ച തർക്കങ്ങളിൽ ഒരു സാവകാശം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന അവിശ്വാസം അതീവ ഗൌരവമുള്ളതാണ്. ഇറാന്റെ നിയമാനുസൃത അവകാശങ്ങൾ അംഗീകരിക്കുക, നഷ്ടപരിഹാരം നൽകുക, ഭാവിയിലെ ആക്രമണങ്ങൾക്കെതിരെ ഉറച്ച അന്താരാഷ്ട്ര ഉറപ്പുകൾ നൽകുക തുടങ്ങിയവയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ. ഇതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവയൊക്കെ കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്നുള്ള അവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്ന ആരോപണം ഇറാന്റെ ഭാഗത്ത് ശക്തമാണ്. ഇതോടെ ഒരു കരാർ ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് നിലനിൽക്കുമോ എന്ന സംശയം തുടരുന്നുണ്ട്. ട്രംപിന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനവും വളരെ നല്ല ചർച്ചകളുണ്ടായെന്ന വിലയിരുത്തലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയിലെ സ്ഥിരതയില്ലായ്മയെ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വശത്ത് കടുത്ത സൈനിക ഭീഷണികളും മറുവശത്ത് പെട്ടെന്നുള്ള നയതന്ത്ര സാവകാശങ്ങളും ഈ രണ്ടിനിടയിൽ നീങ്ങുന്ന സമീപനവും ചർച്ചകളെ സങ്കീർണമാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള സമയപരിധി നിശ്ചയിച്ച സാഹചര്യത്തിൽ ഈ ഇടവേള പ്രഖ്യാപിച്ചതോടെ അതൊരു സമ്മർദ്ദതന്ത്രമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആഗോളതലത്തിൽ ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ നിർണായക വഴിയാണ്. അതിനാൽ അവിടെയുള്ള ഏതൊരു അസ്ഥിരതയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതിനൊപ്പം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ, US സൈനിക സാന്നിധ്യം, ഇറാന്റെ പ്രാദേശിക സ്വാധീനം എന്നിവയെല്ലാം ഈ ചർച്ചകളുടെ ഫലത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അവസാനമായി ഈ 5 ദിവസത്തെ ഇടവേള ഒരു സാധാരണ താൽക്കാലിക നീക്കമല്ല, മറിച്ച് യുദ്ധവും സമാധാനവും തമ്മിലുള്ള ഒരു നിർണായക ഘട്ടമാണ്. ഈ ചർച്ചകൾ സ്ഥിരമായ കരാറിലേക്ക് നയിക്കുമോ അല്ലെങ്കിൽ വീണ്ടും സംഘർഷത്തിലേക്കുള്ള ഒരു ഇടവേളയായി മാത്രം മാറുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, സൈനിക ശക്തിയേക്കാൾ നയതന്ത്രത്തിനുള്ള പ്രാധാന്യം ഈ ഘട്ടത്തിൽ പരമാവധി ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.